എസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിലുള്ളത് വിവോയുടെ X200 X സീരീസ് ആയ X200 FE ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിവ്യൂ ആണ്. എൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ അൺബോക്സിംഗ് ആയിട്ടൊന്നുമില്ല. നമ്മൾ 1 മന്ത് യൂസ് ചെയ്ത ഒരു വിവോ X200 FE ആണ്. മറ്റ് ചാനലുകളിൽ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഫോർ നമ്മൾ ആ പാക്കിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ X സീരീസ് വരുന്ന X200 FEയുടെ ഒരു ബോക്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു X സീരീസ് ആയിട്ടുള്ള മൊബൈൽ വരുന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തെയാണ് നോക്കപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് നമുക്ക് വരുന്ന കേസ്. നമ്മുടെ പിന്നെ വരുന്നത് നമുക്ക് ചാർജറാണ് കേട്ടോ. ചാർജർ 90 വാട്ട്സിൻ്റെ ഒരു ചാർജർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ് അതിൻ്റെ കേബിളും ആണ്, പിന്നെ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ X സീരീസിൻ്റെ X200 FE. അത്യാവശ്യം നല്ല അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നമുക്കിതിൻ്റെ കോമ്പാക്റ്റബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അയ്യോ, രക്ഷയില്ല ഗൈസ്, ഓക്കെ, കിട്ടില്ല. അപ്പോൾ കയ്യിലിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഇത്രയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫോണ് നമുക്ക് സാധാരണ ഐഫോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് കോമ്പാക്റ്റബിളൊക്കെ കാണുമ്പോൾ നമ്മൾ എടുത്തു. പിന്നെ ഇതിൻ്റെ ക്യാമറ എടുത്ത് പറയേണ്ട ഗൈസ്, ഒരു രക്ഷയില്ല, കിഡിലനാണ്. കണ്ടോ ഗൈസ്, ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.31 ആണ് കേട്ടോ സൈസ്. അപ്പോൾ ഇതാ ഓണാക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എല്ലാം ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയില്ല. ഫിംഗറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടതാണ് ഗൈസ്. ഇതിൻ്റെ ഒറിജിനൽ വാൾപേപ്പർ ഇതാണ് വരുന്നത്, നമുക്ക് കസ്റ്റം ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. കണ്ടോ ഗൈസ്, അങ്ങനെ തുടങ്ങി എല്ലാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും വളരെ ഫാസ്റ്റി ആയിട്ടാണ് നമുക്കത് കൺവീൻ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും ഒന്നും ഒരു രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ക്യാമറ. 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ. അങ്ങനെ മൊത്തത്തിൽ 3 ക്യാമറയാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയുണ്ട്. ഫ്രണ്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. കിഡിലൻ, ഒരു രക്ഷയില്ലാത്ത കിഡിലനാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ബോഡി. ഫുൾ അലൂമിനിയം ടൈപ്പാണ് കേട്ടോ. ഐഫോണിൻ്റെ ഒരു ലുക്ക് തന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ പിടിക്കുമ്പോഴും ആ ഒരു ഇതും തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് കോമ്പാക്റ്റബിൾ ആൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ലെക്സ് ഗ്രേ ആണ്, അങ്ങനെ ആംബർ യെല്ലോ ഉണ്ട്, അങ്ങനെ ഫോറസ്റ്റ് ബ്ലൂ ഉണ്ട്. അങ്ങനെ 3 കളറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിഡിലൻ ഐറ്റമാണ്.